ഇനി ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. സെമി കണ്ടക്ടർ വിപ്ലവത്തിനൊരുങ്ങി ഇന്ത്യ. ഇന്ത്യൻ നിർമ്മിത സെമി കണ്ടക്ടർ വിക്രം കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പുറത്തിറക്കി. പ്രധാനമന്ത്രിക്കാണ് ആദ്യ ചിപ്പ് നൽകിയത്. സെമികോൺ ഇന്ത്യ 2025 സമ്മേളനത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച 32-ബിറ്റ് മൈക്രോ പ്രോസസറായ വിക്രം അനാച്ഛാദനം ചെയ്തത്. സെമി കണ്ടക്ടർ ദൗത്യത്തിൽ ഇന്ത്യ നിർണായക കുതിച്ചുചാട്ടം നടത്തി. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് 4 അംഗീകൃത പദ്ധതികളിൽ നിന്നുള്ള ടെസ്റ്റ് ചിപ്പുകൾക്കൊപ്പം പ്രോസസറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയിലെ ചരിത്ര നിമിഷമാണിതെന്ന് അശ്വിനി വൈഷ്ണവ് വിശേഷിപ്പിച്ചു. ISROയുടെ സെമി കണ്ടക്ടർ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത വിക്രം പ്രോസസർ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇറക്കുമതി ചെയ്യുന്ന ചിപ്പുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിലെ ഒരു നാഴികക്കല്ലെന്നാണ് അശ്വിനി വൈഷ്ണവ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ മേഖലയിലെ സ്വയം പര്യാപ്തത ഒരു സാമ്പത്തിക ആവശ്യം മാത്രമല്ല, തന്ത്രപരമായ അനിവാര്യത കൂടിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖലയുടെ പുരോഗതിക്കായി 5 സെമി കണ്ടക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം നിലവിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ ശക്തമായ ആഭ്യന്തര ആവശ്യകതയും ഇലക്ട്രോണിക്സിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയും മന്ത്രി എടുത്തു പറഞ്ഞു. ലോകത്തിലെ ചിപ്പ് ഡിസൈനർ എഞ്ചിനീയർമാരിൽ ഏകദേശം 20% ഇന്ത്യയിലാണെന്ന് ബാസ്റ്റിയൻ റിസർച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് രാജ്യത്തെ ആഗോള സെമി കണ്ടക്ടർ ഡിസൈനിന് ഒഴിച്ചുകൂടാനാവാത്ത ശ്രദ്ധാകേന്ദ്രമായി മാറ്റുന്നു. ക്വാൽകോം, ഇന്റൽ, എൻവിഡിയ, ബ്രോഡ്കോം, മീഡിയാടെക് തുടങ്ങിയ വ്യവസായ ഭീമന്മാർ ബംഗളൂരു, ഹൈദരാബാദ്, നോയിഡ എന്നിവിടങ്ങളിൽ ഇതിനകം തന്നെ വലിയ ഗവേഷണ വികസന ഡിസൈൻ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ആഗോള മൂല്യശൃംഖലയിൽ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനമായ വിറ്റാരയുടെ കയറ്റുമതി ആരംഭിച്ചു. ഗുജറാത്തിൽ നിന്ന് യൂറോപ്പിലേക്കാണ് ആദ്യമായി 2900 ഇലക്ട്രിക് കാറുകൾ കപ്പൽ കയറിയത്. ഗുജറാത്തിലെ പിപാവാവ് തുറമുഖത്ത് നിന്ന് UK, ജർമ്മനി, നോർവേ, ഫ്രാൻസ്, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ്സ്, സ്വീഡൻ, ഹംഗറി, ഐസ്ലാൻഡ്, ഓസ്ട്രിയ, ബെൽജിയം എന്നീ 12 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് കാറുകൾ അയച്ചത്. ഈ കയറ്റുമതിയുടെ തുടക്കം ഇന്ത്യയെ വിറ്റാരയുടെ ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാനുള്ള സുസുക്കിയുടെ ലക്ഷ്യത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഓഗസ്റ്റ് 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ നിർമ്മാണശാലയിൽ നിന്ന് ആദ്യത്തെ വിറ്റാര ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി മാരുതി സുസുക്കിയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. മാരുതി സുസുക്കിയുടെ ഹൻസൽപൂർ നിർമ്മാണശാലയിൽ മാത്രമാണ് ഈ ബാറ്ററി ഇലക്ട്രിക് മോഡൽ നിർമ്മിക്കുന്നത്. യൂറോപ്പിലേക്ക് വിറ്റാരയുടെ കയറ്റുമതി ആരംഭിച്ചത് അഭിമാനകരവും നിർണായകവുമായ ഒരു നിമിഷമാണെന്ന് മാരുതി സുസുക്കി ഇന്ത്യ MDയും CEOയുമായ ഹിസാഷി ടക്കുച്ചി പ്രസ്താവനയിൽ പറഞ്ഞു. 100-ലധികം രാജ്യങ്ങളിലേക്ക് ഈ മോഡൽ കയറ്റുമതി ചെയ്യാനും ആഭ്യന്തര വിപണിയിലും വിൽക്കാനും കമ്പനിക്ക് പദ്ധതിയുള്ളതായും അദ്ദേഹം അറിയിച്ചു. മാരുതി സുസുക്കി ഇലക്ട്രിക് വാഹനങ്ങൾക്കായി വികസിപ്പിച്ചിട്ടുള്ള ഹാർടെക്ട് പ്ലാറ്റ്ഫോമിലാണ് വിറ്റാര ഒരുങ്ങുന്നത്. 49 കിലോവാട്ട്, 61 കിലോവാട്ട് എന്നീ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ വിറ്റാര വിപണിയിലെത്തും. ഒറ്റത്തവണ ചാർജിൽ 500 കിലോമീറ്ററിലധികം റേഞ്ച് ഉറപ്പാണ്. ഏകദേശം 20 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രാരംഭ വിലയിൽ വിറ്റാര അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹീന്ദ്ര BE6, ഹുണ്ടായ് ക്രെറ്റ ഇലക്ട്രിക്, MG ZS EV തുടങ്ങിയ മോഡലുകളായിരിക്കും പ്രധാന എതിരാളികൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ബുക്കിംഗിൽ റെക്കോർഡുമായി ഷോമിയുടെ രണ്ടാമത്തെ ഇലക്ട്രിക് വാഹനമായ YU7 SUV ലോഞ്ച് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ 2 ലക്ഷത്തിലധികം ഓർഡറുകളാണ് ലഭിച്ചത്. ചൈനീസ് ടെക് കമ്പനിയായ ഷവോമി തങ്ങളുടെ ഓട്ടോമൊബൈൽ വിഭാഗത്തിൽ വൻ മുന്നേറ്റം നടത്തി. 2025 ജൂൺ 26-ന് പുറത്തിറക്കിയ കമ്പനിയുടെ രണ്ടാമത്തെ ഇലക്ട്രിക് വാഹനമായ ഷവോമി YU7 XUV ബുക്കിംഗിൽ റെക്കോർഡ് സൃഷ്ടിച്ചു. വാഹനത്തിന് ലോഞ്ച് ചെയ്ത വെറും 3 മിനിറ്റിനുള്ളിൽ 2 ലക്ഷത്തിലധികം ഓർഡറുകൾ ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ മണിക്കൂറിൽ തന്നെ ഈ കണക്ക് 2.9 ലക്ഷത്തിലെത്തി. ടെസ്ല മോഡൽ Yയുമായി നേരിട്ടുള്ള മത്സരത്തിലാണ് ഈ SUV കണക്കാക്കപ്പെടുന്നു. കമ്പനിയുടെ ആദ്യത്തെ EV SUV7 സെഡാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഷവോമി YU7ന്റെ രൂപകൽപ്പന. സ്പോർട്ടി, പ്രീമിയം ടച്ച് എന്നിവയുടെ മികച്ച സംയോജനമാണിത്. ഫോണുകളെയും സ്മാർട്ട് ഹോം ഉപകരണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഷവോമി ഹൈപ്പർ OSഉം ഇതിലുണ്ട്. ഷവോമി YU7 3 വേരിയന്റുകളിലാണ് വരുന്നത്. സ്റ്റാൻഡേർഡ്, പ്രോ, മാക്സ് വേരിയന്റുകളുണ്ട്. സ്റ്റാൻഡേർഡ് RWD വേരിയന്റ് റേഞ്ച് 835 കിലോമീറ്ററാണ്. ഷവോമി YU7 മാക്സ് AWD വേരിയന്റ് പരമാവധി വേഗത മണിക്കൂറിൽ 255 കിലോമീറ്ററാണ്. ഇതിന് 800 വോൾട്ട് അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യയുണ്ട്. ഇതുപയോഗിച്ച് 10% മുതൽ 80% വരെ ബാറ്ററി വെറും 12 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 620 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ EVക്ക് സാധിക്കും. ചൈനയിൽ ഷവോമി YU7ന്റെ പ്രാരംഭ വില ഏകദേശം 29.2 ലക്ഷമാണ്. ടെസ്ല മോഡൽ Yയേക്കാൾ വളരെ വില കുറഞ്ഞ മോഡലാണ് ഇത്. അതുകൊണ്ടാണ് കാർ ഇത്രയും വലിയ ബുക്കിംഗ് റെക്കോർഡ് സൃഷ്ടിച്ചത്. 2025 ജൂലൈ മുതൽ ഡെലിവറി ആരംഭിച്ചു. ആദ്യ മാസം തന്നെ കമ്പനി 30,000-ലധികം വാഹനങ്ങൾ ഡെലിവറി ചെയ്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.